പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സുകളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് യൂസ്ഫുള്ളായുള്ള ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് കൊണ്ട് തന്നെ കേട്ടോ ഫ്രണ്ട്സ്. ഒരുപാട് യൂസ്ഫുള്ളായ വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയൊരു ക്ലോത്താണ് കേട്ടോ. അതൊരു ഇത്രയും വീതിയിൽ എടുക്കുന്നുണ്ട്. ഇതൊരു 2.5 ഇഞ്ച് 3 ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ ഈ ഒരു വീതി എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റത്തെ ഐഡിയ കാണിക്കുന്നത്. ഇനി നമുക്ക് അയൺ ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് ഇനിയിപ്പോൾ ഒരു ചെറിയൊരു കാര്യത്തിന് മാത്രമാണെങ്കിൽ അയൺ ചെയ്യണ്ട, അപ്പോൾ വേഗം ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് ഇതിൽ ആദ്യം കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓരോ പ്രാവശ്യവും അയൺ ചെയ്തെടുക്കുക, ഈ ഒരു കുഞ്ഞൊരു കാര്യത്തിനൊക്കെ വേണ്ടി മാത്രം അയൺ ബോക്സ് ചൂടാക്കാനായിട്ട് നിൽക്കുക, അതിനൊക്കെ സമയം നമ്മൾ വെറുതെ കളയണ്ട എന്നുള്ള രീതിയിലുള്ള ഐഡിയ ആണ് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തയ്ക്കാം, കാണിച്ചു തരാം. നമ്മൾ കാണി വലുതാക്കിയ രീതിയിലാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിനകത്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്റ്റിച്ച് അയൺ ചെയ്യുന്നതിന് പകരം ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. ഇതിങ്ങനെ വെക്കുന്നു, നമുക്ക് സൂചി താഴ്ത്തി ഇങ്ങനെ വെച്ചു കേട്ടോ. അതിനുശേഷം റെഗുലേറ്റർ ഇതുപോലെ ഒന്ന് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കാണിയിലേക്ക് മാറ്റുന്നു. അങ്ങനെ മാറ്റിയ ശേഷം നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ നിന്നു ശരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്കിത് അഴിച്ചു മാറ്റാം. ഒരെണ്ണം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ 1 2 ആക്കി കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി. ശേഷം നമ്മളിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അയൺ ചെയ്തെടുക്കുന്ന ആ ഒരു ഫീലിംഗ് തന്നെ ഇതിനകത്ത് കിട്ടും. നമുക്കിവിടെ അയൺ ചെയ്തെടുക്കുന്നതിന് പകരമായിട്ടോ അതേപോലെ ഇപ്പുറത്തെ സൈഡും അതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ചെയ്തെടുക്കാനായിട്ട് അയൺ ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ഈ സൈഡിലും അതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റിലും ഫസ്റ്റിലും എന്ന് പറയുക കെട്ടിടാൻ പാടില്ല കേട്ടോ. കെട്ടിട്ട് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാൻ എളുപ്പമല്ല. അതിനുശേഷം ഇങ്ങനെ ഒന്ന് അപ്പോൾ നമുക്ക് ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഒരു ചെറിയ നിസ്സാര ആവശ്യത്തിന് വേണ്ടി മാത്രം അയൺ ബോക്സ് ചൂടാക്കാനായിട്ട് നിൽക്കണം, അതിൻ്റെ സമയം എടുക്കണം, അതൊന്നും നമുക്ക് ചെയ്യേണ്ട. വളരെ സിമ്പിളായിട്ട് നമ്മുടെ തയ്യൽ മെഷീനിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കാര്യം ചെയ്ത് കിട്ടും കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഞാനിത് ചെയ്യാറുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് അയൺ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും അയൺ ചെയ്യാനായിട്ട് എടുക്കാറില്ല. കൂടുതലും ഇങ്ങനെയുള്ളതാണ് ഐഡിയ ആണ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇതുപോലെ തന്നെ വന്ന് നിൽക്കും കേട്ടോ. ഈ ഒരു പാറ്റേൺ തന്നെ നമുക്കിത് കിട്ടും, നമ്മുടെ ആവശ്യം അനുസരിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് അയൺ ബോക്സ് ഈ ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് എടുക്കാനായിട്ട് നിൽക്കണ്ട. ഇനി ഇപ്പോഴത്തെ സൈഡും അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പെർഫെക്ഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കൂടി ചെയ്തെടുക്കുന്നത്. ഇതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ, അഴിച്ചെടുക്കുക. ഇന്നത്തെ നമുക്ക് ഒരു ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു സ്ലീവ് ഡിസൈനാണ്. അത് 3/4 നല്ല ഏറ്റവും ഭംഗിയായിരിക്കും കേട്ടോ. അത് ഫ്രോക്കിനും ചുരിദാറിനും അതുപോലെ കുർത്തിക്ക് അതുപോലെ തന്നെ ചെറിയ ചെറിയ ടോപ്പുകൾക്കൊക്കെയും ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഷോർട്ട് ടോപ്പിനും അല്ലെങ്കിൽ മോഡൽ ഡ്രസ്സുകൾക്കൊക്കെ സ്ലീവിന് 3/4 ഏറ്റവും കൂടുതലായിരിക്കും ഭംഗി ഉണ്ടായിരിക്കുക. ഫുൾ സ്ലീവിന് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഹാഫ് സ്ലീവിന് അത് അത്രയ്ക്കധികം ഇതല്ല, ഭംഗിയല്ല. എന്നാൽ കൂടുതലും 3/4 ആയിരിക്കും കേട്ടോ ഭംഗിയുള്ളത്. അപ്പോൾ ആ ഒരു ബാക്കി എല്ലാ ഇതിന് ഫ്രോക്കായാലും ചുരിദാറായാലും നൈറ്റിയായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ സ്ലീവിൻ്റെ താഴെ ഭാഗമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്, ഈ ഒരു സൈഡ് ഭാഗം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും പൊട്ടവശവും ഉള്ള പോലത്തെ തുണിയാണ്.
അപ്പോൾ ഇതിൻ്റെ നല്ല വശം ഇതാണ് വരുന്നത്. ആ നല്ല വശത്തോട്ട് ഇങ്ങനെ നല്ല വശം താഴെ ഭാഗത്ത് 2 ഇഞ്ച് ഇങ്ങനെ മടക്കി വയ്ക്കുക. 2 ഇഞ്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത്, ഇപ്പോൾ 2 ഇഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുന്നത് 2 ഇഞ്ചാണ് നമ്മൾ മടക്കി വയ്ക്കുന്നത്. നമുക്ക് 2 ഇഞ്ച് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് മടക്കി വെച്ച ശേഷം നല്ല വശത്തോട്ടാണ് നമ്മളിത് മടക്കി വെച്ചത്. നല്ല വശം ചേരുന്ന രീതിയിൽ വെച്ചു. 2 ഇഞ്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്തു. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്യണം. സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കണം. സ്ലീവിൻ്റെ തുമ്പ് ഭാഗത്ത് നമ്മൾ ഇങ്ങനെ സെൻറ്റർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ തുമ്പ് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വരച്ചു കൊടുക്കാം. ഒന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം സെൻറ്റർ. ഓക്കെ, അതിനുശേഷം നമുക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കണമെങ്കിൽ സ്കെയിൽ വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ടേപ്പ് വെച്ചിട്ട് വരയ്ക്കാം. തൽക്കാലം ഒരു ചെറിയ രീതിയിൽ നമുക്ക് വരയ്ക്കാനായിട്ട് ടേപ്പ് വെച്ച് വരയ്ക്കാം. ഇവിടെ ഒരു 1/4 ഇഞ്ച് ഒരു പോയിന്റ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, 1/4 ഇഞ്ച് ഒരു പോയിന്റ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വല്പം കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ. സ്വല്പം കൂടുതൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരച്ചു. അപ്പോൾ 1/2 ഇഞ്ച് എടുക്കാം കേട്ടോ. 1/2 ഇഞ്ച് എടുത്താലും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. വെച്ചിട്ടുണ്ട് അതേപോലെ 1/2 ഇഞ്ച് അതേപോലെ ഇപ്പുറത്തെ സൈഡിലോട്ടും ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്കും വരയ്ക്കാം. നമുക്ക് ഇങ്ങോട്ടേക്കും വരച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നിവർത്തി വയ്ക്കാം. ഒരു ലെവലിൽ ഇത്രയ്ക്കാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ഭാഗത്തേക്ക് തയ്ച്ച് വരാം. ഇത് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് തേരുവശം ആയതുകൊണ്ട് ഇത് തുമ്പ് വരെ നമ്മൾ തയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1/4 ഇഞ്ചിന് മുന്നിൽ വെച്ചിട്ട് പോയിന്റ് ഇട്ടിട്ട് അവിടെ വെച്ച് നിർത്തിയിട്ട് അങ്ങോട്ട് ടേൺ ചെയ്യാം കേട്ടോ. സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ച് ടേൺ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇവിടെ മുകൾ ഭാഗം വരേക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു മെറ്റീരിയൽ തേരുവശം ആയതുകൊണ്ട് മാത്രം. ഓക്കെ, ഇവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇങ്ങോട്ട് ടേൺ ചെയ്തു. തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു പോയിന്റിലേക്കാണ് കേട്ടോ. ഇത്രയും ഭാഗം ഇതിലേക്ക് തേരുവശം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫുള്ളായിട്ട് ഇത് ഇവിടെ വരെ തെറ്റ് വരെ തയ്ച്ചെടുക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് തേരുവശം അല്ലാത്തവരുടെ സ്ലീവിന് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ശേഷം ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് നിങ്ങൾ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലല്ലാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് ഇങ്ങോട്ട് അപ്പുറത്തോട്ട് മറച്ചിട്ടിട്ട് തയ്ക്കാം. ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു പോയിന്റിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം നമുക്ക് ആദ്യം തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് സൈഡ് അടിക്കണേക്കാട്ടിലും മുമ്പ് ഈ ഒരു സംഭവം ഇങ്ങനെ പിടിക്കണം. ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നല്ല വശം ചേരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഒരു തട്ടം തൊട്ട് ഈ അറ്റം വരെ സൈഡ് ഭാഗം ജോയിൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ ഒന്ന് നിവർത്തണം. ഇവിടെ നിന്ന് നിവർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് 1/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യണം. അഗെയിൻ വീണ്ടും ഒരു 2 ഇഞ്ചായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന സ്ലീവിൻ്റെ അളവ്. ആ അളവ് വീണ്ടും അഗെയിൻ ഒന്നും കൂടി ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ ആക്കിയിട്ട് ഒരു 1/4 ഇഞ്ചാക്കി വീണ്ടും അഗെയിൻ 2 ഇഞ്ചിൻ്റെ ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ ഒന്ന് നിവർത്തിയ ശേഷം 2 ഇഞ്ചിൻ്റെ ഫോൾഡ് ചെയ്യണം.
നമുക്ക് സിമ്പിളായിട്ടുള്ള 3/4 സ്ലീവിനൊക്കെ ഈ ഒരു മോഡൽ വെക്കാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നല്ല രസമല്ലേ കാണാനായിട്ട് ഈ ഒരു വി പോലത്തെ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. ഇനി അടുത്ത ടിപ്പ് കാണിക്കാം. ഇനി അടുത്ത ടിപ്പ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടോ, സെൻറ്ററായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് ചെരിഞ്ഞ് ഇങ്ങോട്ട് വരയ്ക്കണം, ഇങ്ങോട്ടേക്ക് വരയ്ക്കണം, അതുപോലെ ഇത് ഇങ്ങോട്ടേക്കും ചെരിഞ്ഞ് വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാം. എന്നിട്ട് ഇപ്പുറത്തോട്ടൊന്ന് കട്ട് ചെയ്തു, ഇപ്പുറത്തോട്ടൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വരും. ഓക്കെ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഒരു മോഡലില്ലേ, ആ ഒരു രീതിക്ക് അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇത് നമുക്ക് അയൺ ബോക്സിലാണ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടിപ്പാണ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടിപ്പ് വെച്ചിട്ടാണ് ബാക്കി ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡ്, ആ ഒരു ലെഫ്റ്റ് സൈഡിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്തു, ഇങ്ങനെ വെച്ചു. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഈ ഒരു പോയിന്റ് വരെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇതിനെ ഇങ്ങോട്ട് നിവർത്തി വെച്ചു. ഓക്കെ, ഈ ഒരു പോയിന്റിനെ ഇങ്ങോട്ടേക്ക് വരുന്ന റൈറ്റിലോട്ട് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ നിവർത്തി വെച്ചു. എഗെയിൻ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഇപ്പുറത്തോട്ട് എടുത്ത് വെച്ചു. 1/4 ഇഞ്ചിൻ്റെ സീം അലവൻസ് ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ. എന്നിട്ട് ഈ ഒരു പോയിന്റിനെയും ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ എടുത്ത് വെച്ചു. ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചു. ഇതിനെ കവർ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തിനെ കവർ ചെയ്യാനായിട്ട് ഈ ഭാഗം തന്നെ എടുത്തു, നമ്മുടെ ഭാഗത്ത് തന്നെ. അതിനുശേഷം നമ്മൾ ഈ ഒരു എഡ്ജസ് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ, ആ പോയിന്റ് ഉള്ളിലോട്ട് കിടക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്ത ശേഷം അറ്റം വരെ തയ്ച്ചെടുത്ത ശേഷം ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ വെക്കും. കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉള്ളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് ഒരു ട്രയാങ്കിൾ പോലെ ആക്കി കൊടുക്കാം. മനസ്സിലായോ? ഇവിടെ ജസ്റ്റ് ഈ താഴെ ഭാഗം ഒന്ന് ഉള്ളിലോട്ട് അങ്ങനെ ആക്കി കൊടുത്തു, താഴെ ട്രയാങ്കിൾ പോലെ ആക്കി കൊടുത്തു. മനസ്സിലായോ? ചെറിയൊരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് ആക്കി കൊടുത്തു. എന്നിട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ, ഈ പോയിന്റ് വരെ, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ, ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷർട്ടിൻ്റെ നമ്മുടെ ഈ കഫിൻ്റെ ഭാഗം ചെയ്യുന്നത് പോലെയും അതുപോലെ തന്നെ നമുക്ക് നൈറ്റിക്ക് പ്ലാക്കറ്റ് വയ്ക്കാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ഭാഗം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാ ഷർട്ടിൻ്റെ ഒക്കെ ഇങ്ങനെ പ്ലാക്കറ്റ്സിലെ കഫിൻ്റെ തൊട്ട് മുന്നിലുള്ളതൊക്കെ ഫുൾ സ്ലീവ് ഷർട്ടിൻ്റെ ഒക്കെ താഴെ ഭാഗത്തിൻ്റെ കഫിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ ഈ ചെയ്ത് കാണിച്ചു നോക്കണ്ടോ. ഈ ഒരു പോയിന്റ് കണ്ടില്ലേ, ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് തന്നെ നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ടിൽ പ്ലാക്കറ്റായിട്ട് വയ്ക്കാൻ പറ്റും, ചുരിദാറിന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒരുപാട് ഐഡിയാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.